ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ വൈറലായിട്ടുള്ള ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈസി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ തോരൻ ഉണ്ടാക്കണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി വെച്ചതാണ്. ഈ ചിക്കൻ തോരന് ചിക്കൻ്റെ പീസസ് ചെറിയ ചെറിയ പീസസ് ആവണം. നിങ്ങൾക്ക് ഇനിയും ചെറുതാക്കണമെങ്കിൽ ഇനിയും ചെറുതാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൽ ബോൺലെസ് ചിക്കനാണ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ബോൺ വെച്ചിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ബോൺ ലെസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാം. എല്ലുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിന് ഒരു കുറവുമില്ല. എല്ലുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിതാ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ വേണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതാണ്. അതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി ഒരു മീഡിയം സൈസും വെളുത്തുള്ളി ഒരു 5-6 നമുക്ക് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റല്ല, ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മൺചട്ടിയൊക്കെ ഇല ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് ഈ തോരൻ വെക്കാൻ പറ്റിയ മൺചട്ടിയില്ല, മീൻകറിയൊക്കെ വെക്കുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ ഒന്നുമില്ല ടേസ്റ്റ് ആവുമല്ലോ തോരനൊക്കെ അതിൽ വെക്കുമ്പോൾ. ഇപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് അതിന് ശേഷം ചുവന്നുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇതിന് ചുവന്നുള്ളി തന്നെ വേണം. ചുവന്നുള്ളി ഒരു 20 ചുവന്നുള്ളിയോളം നമുക്ക് ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പക്ഷേ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക, ടേസ്റ്റ് അതാണ്. ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് മാത്രം. ഇനി അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 3 പച്ചമുളക് നടുക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി നമുക്കിനി ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉള്ളി ഇവിടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിവിടെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല, നമുക്കത് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. നമ്മളിത് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തുള്ളി വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കുക. ഞാൻ ചിക്കൻ വരുന്ന നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ആ വേവുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കണം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഉണ്ട്. കൂടുതൽ കറിവേപ്പില എടുത്താലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മൾ തേങ്ങ തിരുമ്പി കിട്ടിയത് തന്നെ. അപ്പോൾ നമ്മളിത് മിക്സിയിൽ ജാറിട്ട് അരയ്ക്കുന്നില്ല, കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതോറും നമ്മളെ തേങ്ങ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ചിക്കൻ തോരന് ഇതുപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതുപോലെ മിക്സിയുടെ ജാറിൽ ഒരിക്കലും അടിക്കരുത്, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയാൽ നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. നല്ല സ്മെല്ലും ഉണ്ടാവും. ആ നമ്മൾ കറിവേപ്പിലൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടില്ലേ, അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനെല്ലാം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മളിതാ അതിലുള്ള വെള്ളമൊക്കെ നല്ല വെറ്റിയിട്ടുണ്ട്. വെള്ളം നല്ല വെറ്റണം കേട്ടോ. വെറ്റിയിട്ട് വേണം ഇനി നമ്മളിവിടെ കൈകൊണ്ട് തിരുമ്പി വെച്ച് തേങ്ങയില്ലേ അതിട്ട് കൊടുക്കാൻ. വെള്ളം നല്ല ഡ്രൈ ആക്കി എടുക്കണം, എന്നിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്നായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് തേങ്ങ ഇട്ടതിന് ശേഷം ഇപ്പോൾ നമുക്കത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ചിക്കനില്ലേ അതിങ്ങനെ ആ തേങ്ങ ഒന്ന് കവർ ചെയ്യുന്ന പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒന്നിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഒരു മീഡിയത്തിൽ ലോയിൽ ഇടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അത് സെറ്റാകാൻ വേണ്ടി ഒന്ന് വെക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആ തേങ്ങയും ചിക്കനൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് നല്ലൊരു സ്മെല്ലായിട്ടുണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ തോരനാണ്. തേങ്ങയുണ്ട് കുറച്ച് കൂടുതൽ വേണ്ടത്. കണ്ടില്ലേ, നമുക്ക് കഴിക്കുമ്പോൾ തേങ്ങ കുറച്ച് കടിക്കുന്ന പോലെ കിട്ടുന്നു. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഏത് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്കത് കഴിക്കട്ടെ. പുട്ടിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും, പത്തിരി, നെയ്ച്ചോറ്, ചോറ്, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അടക്കം നമുക്കത് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വെള്ളം ഇല്ലാതെ വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടും. കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതൽ ഇടാൻ വേണ്ടി നോക്കണം. ചിക്കൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങ ഇടാൻ വേണ്ടി നോക്കുക. അപ്പോൾ തേങ്ങ ഇങ്ങനെ തേങ്ങ മാത്രം കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലത്തെ തേങ്ങ മാത്രം കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.